secularism is not something that is required to be specifically stated in the constitution. വളരെ ഷോർട്ട് ആയിട്ട് പറയാം. Secularism is something that is ingrained in our constitution already. വളരെ സിമ്പിൾ ആണ്. Please see the preamble again. Please see liberty. It talks about thought, expression, belief, faith and worship. Please see Article 19(1)(a). It talks about speech and expression. Please go back to Articles 25 and 26. It talks about your right to worship and to profess religion and to propagate it. So Indian Constitution is not atheist. It is not even agnostic. We are Indians. Indians are always generally very spiritual and we believe in worship and we believe in God. മൂവാറ്റുപുഴയിൽ ഇത് സെക്കൻഡ് ടൈം ആണെന്നുള്ളത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത്, ഈ കോടതിയിൽ പക്ഷേ ഞാൻ ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഞാനിവിടെ വന്നിരുന്നു. അത് ഒരു ഇൻഫർമേഷൻ കിട്ടി, ഇവിടെ പെൺകുട്ടികൾ ഒരു നൈറ്റ് വാക്ക് എന്നോട്ടോ പറഞ്ഞിട്ടൊരു പ്രോഗ്രാം, അതിനവരെന്നെ ഇൻവൈറ്റ് ചെയ്തു. ഐ വാസ് അബ്സല്യൂട്ട്ലി ത്രിൽഡ്. അങ്ങനെ ഒരു പ്രോഗ്രാം മൂവാറ്റുപുഴ പോലത്തെ ഒരു സ്ഥലത്ത് ചെയ്യാമെന്ന് പറയുമ്പോൾ ഐ വാസ് അബ്സല്യൂട്ട്ലി ത്രിൽഡ്. ഓടി വരിക ചെയ്തിരിക്കുന്നു. ഞാൻ എറണാകുളത്ത് ഒരു പ്രോഗ്രാമിലായിരുന്നു. അത് സത്യം പറഞ്ഞ ഇപ്പോഴത്തെ ഗവർണറായ മിസ്റ്റർ ബോസിന് അന്നൊരു അവാർഡ് കൊടുക്കുന്ന ഒരു ചടങ്ങായിരുന്നു. അത് കഴിഞ്ഞ് അത് ഞാൻ കട്ട് ഷോട്ട് ചെയ്ത്, ആ പ്രോഗ്രാമിന് ഞാൻ മുഴുവൻ നിൽക്കാതെ കട്ട് ഷോട്ട് ചെയ്ത് അവിടെ നിന്ന് നേരെ ഇവിടെ വന്ന് ഞാൻ ആ പെൺകുട്ടികളുടെ കൂടെ രാത്രി എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറോളം ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ അവരെന്നോട് ചോദിച്ചിരുന്നു, ഞങ്ങൾ എന്തിനാ ഈ രാത്രി ഇറങ്ങാൻ പറ്റാതെ, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കാതെ? വൈ ഇസ് ഇറ്റ് ദാറ്റ് വി ആർ ബീങ് ആസ്ക്ഡ് ടു ഡു സംതിങ് വിച്ച് ബോയ്സ് ആർ നോട്ട് ആസ്ക്ഡ്? അന്ന് ഞാൻ പറഞ്ഞിരുന്നു, അവർക്കത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് അറിയാതെയാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ അവരോട് പറഞ്ഞിരുന്നു, നമ്മുടെ റൈറ്റ്സ് ഫ്ലോ ഫ്രം എ ഡോക്യുമെൻറ്റ് കോൾഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ആ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി അധികം നമുക്ക് ആർക്കും മനസ്സിലാവാത്തതുകൊണ്ടാണ് എന്താണ് ഹൂ ആർ വി ആൻഡ് വാട്ട് ആർ വി എന്ന് നമുക്കൊരു ഫുൾ ധാരണ കിട്ടാത്തത്. ഇപ്പം നേരത്തെ എൻ്റെ ബ്രദർ സൈദ് അലി പറഞ്ഞതുപോലെ ഇന്ന് ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി കേട്ട് നമ്മളത് മറന്നു പോകരുതെന്ന് പറയും. എനിക്കത് വളരെ അതിശയമുള്ളൊരു കാര്യമാണ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അത് നമ്മൾ തന്നെയാണ്. ഇറ്റ് ഇസ് അവർ ഓൺ ബീയിങ്, ഇറ്റ് ഇസ് അവർ വെപ്പൺ. അതിൽ കൂടുതൽ ഒരു ഷീൽഡ് ഓർ വെപ്പൺ നമുക്കില്ല. കോൺസ്റ്റിറ്റ്യൂഷനെ മറന്നുകൊണ്ട് ഒരു ഇന്ത്യനായിട്ട് നമുക്ക് സാധിക്കില്ല, നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് അവർ ഗ്രേറ്റസ്റ്റ് വെപ്പൺ. It is our greatest shield against anything that you perceive to be illegal or unlawful. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് എന്താണെന്നൊരു ധാരണ നമ്മുടെ ഇടയിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം നമ്മൾ എപ്പോഴും ഇതിനെ ഒരു ഫോർമാലിറ്റി ആയിട്ട് കാണുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ അത് നമ്മളെല്ലാവരും നമ്മുടെ നാക്കിൽ പറയുന്ന ഒരു വേർഡാണ്. നമ്മൾ എത്ര പേര്, ഹൗ മെനി ഓഫ് അസ്, കുട്ടികൾ ഉൾപ്പെടെ ഞാൻ പറയുന്നു, have taken the constitution to your heart? How many of us think with the constitution in your brain as a living document? അത് വളരെയധികം എനിക്ക് സംശയമുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ കുറ്റമല്ല അത്. കാരണം എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷനും എനിഗ്മ എന്ന് പറയും, വളരെ വലിയൊരു എനിഗ്മയായിട്ട് നമ്മൾ ഇടയിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാം. ഞാൻ പറഞ്ഞല്ലോ അധികം സമയമെടുക്കാൻ ഞാൻ ഉദ്ദേശമില്ലാത്തതുകൊണ്ട് ഏറ്റവും ചുരുക്കത്തിൽ പറയും. ദിസ് ഇസ് എ ടോപ്പിക് ദാറ്റ് ക്യാൻ ഗോ ഫോർ അവേഴ്സ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി സംസാരിക്കാൻ തുടങ്ങിയാൽ വലിയ മടുപ്പില്ലാതെ ചിലപ്പോൾ നിങ്ങൾ 1-2 മണിക്കൂർ കേൾക്കാൻ തയ്യാറാവും. പക്ഷെ അതിലേക്ക് ഞാൻ പോകുന്നില്ല, പേടിക്കണം. വളരെ പ്രിസൈസായിട്ടും കൺസൈസായിട്ടും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു നിയമമാണ്. ഇറ്റ് ഈസ് എ ബിഗ്ഗസ്റ്റ് ലോ ഓഫ് അവർ നേഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് മാനത്തുനിന്ന് പൊട്ടി വീഴുന്ന ഒരു സാധനമൊന്നുമല്ല. It is something that we made for ourselves. It is the biggest law. അതിന് നമ്മൾ സ്റ്റുഡൻസിന് അറിയാം. ഇറ്റ് ഇസ് കോൾഡ് ദ ഗ്രണ്ട് നോം എന്ന് പറയും. ഇറ്റ്സ് എ ജർമ്മൻ വേർഡ്. ഹയസ്റ്റ് ലോ ഓഫ് ദ ലാൻഡ്. അതൊരു നിയമം മാത്രമാണ്. ഇറ്റ് ഇസ് എ ലോ ദാറ്റ് ഗവേൺസ് ഓൾ ഓഫ് us. ഇറ്റ് ഇസ് എ ഫണ്ടമെന്റൽ ലോ. അപ്പോൾ സ്റ്റുഡൻസിന് അറിയാം. പ്രൊഫസർ ഹാർട്ട് എന്നൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. HLA ഹാർട്ട്. പ്രൊഫസർ ഹാർട്ടിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ is that law on which every other law is tested. അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നത് അത്രയേ ഉള്ളൂ. ഒരു നിയമം പാസ്സാക്കി, അത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആയാലും യൂണിയൻ പാർലമെൻറ്റ് ആയാലും, ഒരു നിയമം പാസ്സായി വന്നു കഴിഞ്ഞാൽ അതിനെ ടെസ്റ്റ് ചെയ്യുന്നത് സാധാരണ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ആയിരിക്കും. ബിക്കോസ് വി ആർ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്സ്.
ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ഏറ്റവും തമാശ അതാണ്, ആർട്ടിക്കിൾ 13 ആർട്ടിക്കിൾ 13 എല്ലാവരും ഭയക്കുന്ന ഒരു നമ്പറാണത്. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ ട്രിസ്കായ് ഡെക്കാഫോബിയ എന്നൊക്കെ പറയുന്ന ഫോബിയ വരെ ആൾക്കാർക്കുണ്ട്. 13 എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. പക്ഷേ ഇന്ത്യ ഇന്ന് നിലനിൽക്കുന്നത് ആ 13 കാരണമാണ്. ആർട്ടിക്കിൾ 13 which gives the courts the power of judicial review of statutes made by the legislature or the parliament. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രസക്തി എന്താണെന്നറിയോ? കുട്ടികൾക്ക്, എസ്പെഷ്യലി ലോ സ്റ്റുഡൻസ് ഷുഡ് നോ ദിസ്. നമ്മൾ എടുത്തിരിക്കുന്ന ആംഗ്ലോ സാക്സൺ ലോസ്, വി ഹവ് adopted the Anglo-Saxon laws, particularly the British common law. അതിലൊന്നും ഒരു ജുഡീഷ്യൽ റിവ്യൂ കോൺസ്റ്റിറ്റ്യൂഷണലി പ്രൊവൈഡഡ് അല്ല. കോമൺ ലോ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് പാർലമെന്റ്, ഇംഗ്ലണ്ട് നോക്കുകയാണെങ്കിൽ പാർലമെന്റ് സുപ്രീം. പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയാൽ അതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ഇറ്റ്സ് കോൾഡ് പാർലമെന്ററി സുപ്രമസി. പക്ഷെ നമ്മുടെ അവിടെ അങ്ങനെയല്ല. പാർലമെന്റിന്റെ ഒരു നിയമത്തിനെയും വേണമെങ്കിൽ കോടതിയിൽ നമ്മൾ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ക്യാൻ ബി സെറ്റ് അസൈഡ്. നിങ്ങൾ പേപ്പറുകൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾ അറിയാതെ, ആലോചിക്കാതെ പലപ്പോഴും വായിക്കുമ്പോൾ തിരിഞ്ഞു നോക്കൂ. ദിസ് ഇസ് വാട്ട് ഹസ് ഹാപ്പൻ. എത്രയോ നിയമങ്ങൾ കോടതികൾ ഇടപെട്ട് കഴിഞ്ഞു, എത്രയോ നിയമങ്ങൾ കോടതികൾ സെറ്റിസൈഡ് ചെയ്ത് കഴിഞ്ഞു. ദിസ് ഇസ് ദ സ്ട്രെങ്ത് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ജനങ്ങളാണ്. ഇറ്റ് ഈസ് എ പോപ്പുലർ സോവറൻ. ഇവിടെ നമുക്ക് രാജാവില്ല, രാജാവായിട്ട് അഭിനയിക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. ദർ ആർ നോ കിങ്സ്. കിങ്സ് ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാരെല്ലാം പ്രിറ്റൻഷനിലാണ്. ദർ ആർ നോ കിങ്സ്. ഇവിടെ നേരത്തെ മിസ്റ്റർ രാജീവ് കുമാർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി സംസാരിച്ചു. പക്ഷെ അദ്ദേഹം തുടങ്ങിയപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മോഡസ്റ്റി ആയിരിക്കാം എന്നെ പോലത്തെ ഒരു നിസാരൻ എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. ഓഫ് കോഴ്സ് നമ്മളെല്ലാവരും നിസാരന്മാരാണ്. പക്ഷേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഈക്വൽ ആണെന്നും നമ്മൾ ആരും ഒരാളെക്കാട്ടിലും വലുതോ ചെറുതോ അല്ല എന്നുള്ളതാണ്. ഇതിൽ എത്ര പേര് നമ്മളത് മനസ്സിലാക്കുന്നു, എത്ര പേര് അത് ഉൾക്കൊള്ളുന്നു, അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം. എല്ലാ നിയമങ്ങളും നമുക്കുണ്ട്. എവറിത്തിങ് ഈസ് ഗിവൺ ടു യു. ഇതാണ് നിയമം. ദിസ് ഈസ് ദ പ്രൊട്ടക്ഷൻ ദാറ്റ് യു ഹാവ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങളെ സേവ് ചെയ്യുന്നത്, പ്രൊട്ടക്ട് ചെയ്യുന്നതൊക്കെ അറിഞ്ഞാലും അറിഞ്ഞില്ലാതെ. നമ്മൾ പലപ്പോഴും നമ്മൾ ആരാന്ന് മനസ്സിലാക്കാതെ നമ്മൾ വി ആർ ഗ്രോപ്പിംഗ് ഇൻ ദ ഡാർക്ക്. ഇതാണ് ഒരു സോഷ്യൽ ജസ്റ്റിസ് പ്രിൻസിപ്പിൾസിൽ നമ്മളൊക്കെ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, റിജ പറഞ്ഞ് എന്നെ പറ്റി പറഞ്ഞതൊന്നും ഞാൻ തമാശയായിട്ട് പറഞ്ഞുവെങ്കിലും ഇതൊന്നും റെലവെൻ്റ് അല്ല. ബിക്കോസ് ആഫ്റ്റർ ഓൾ വാട്ട് ആം ഐ ഡൂയിങ്? ഞാൻ ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്താണോ എന്നെ ഏൽപ്പിച്ച ജോലി അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. നത്തിങ് എക്സ്ട്രോർഡിനറി. ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് വി ആർ എക്സ്പെക്റ്റഡ് ടു ഡു. നമ്മൾ ഓരോരുത്തർക്കും ഓരോ പൊസിഷൻസും ജോലിയും നമുക്ക് തരുന്ന സമയത്ത് വി ആർ എക്സ്പെക്റ്റഡ് ടു ഡു സർട്ടൻ തിങ്സ്. അതിൽ കൂടുതൽ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സാധ്യം. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പലതും ചെയ്തു, അസംബന്ധം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഐ എം എക്സ്പെക്റ്റഡ് ടു ഡു ദിസ്. എന്നെ ഈ പൊസിഷനിൽ എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റിയും ഓബ്ലിഗേഷനും ഉള്ള ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന സമയത്ത് ഞാൻ എത്ര നിസ്സാരനാണെന്ന് എനിക്ക് മനസ്സിലായി. ഇറ്റ് ഈസ് മൈ ഓഫീസ് വിച്ച് ഇസ് ഡൂയിങ് ദിസ്. ഇറ്റ് ഈസ് ദി ഓഫീസ് വിച്ച് ഇസ് എക്സ്പെക്റ്റഡ് ടു ഡു അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ബേസിക് പ്രിസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ സിംപ്ലിസിറ്റിക് ആയിട്ട് പറയാൻ പറ്റും. ഞാൻ ഈ പറയുന്നത് ആരെങ്കിലും നാളെ വേറൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറയാം, ഓ ഒരു ജഡ്ജിക്ക് ഇതൊക്കെ പറയാം, അവരൊക്കെ ഹയർ എഷ്ലോൺസിലല്ലേ, ഇതൊക്കെ ഇവിടെ പറഞ്ഞ് സാധിക്കുമോ, ഇത് നടത്തിയെടുക്കാൻ പറ്റുമോ? നടത്തിയെടുക്കാൻ പറ്റണം. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. 75 കൊല്ലമായിട്ട് നമുക്ക് നമ്മളെ പറ്റി തന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ, നമ്മുടെ പവേഴ്സിനെയും നമ്മുടെ പ്രൊട്ടക്ഷനെ പറ്റി നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് മച്ച് മോർ ഹാസ് ടു ബി ഡൺ. അതിൻ്റെ ഒരു തുടക്കമായിരിക്കാം ഇങ്ങനെ ഒരു പ്ലാക്ക്. ഈ പ്ലാക്ക് എന്ന് പറയുന്ന ഒരു മരമല്ല. ദിസ് പ്ലാക്ക് കണ്ടെയ്ൻസ് വേർഡ്സ് വിച്ച് ആർ സോ പ്രൊഫൗണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ മീനിങ് എന്തെങ്കിലും മനസ്സിലായാൽ മാത്രമേ ഞാൻ ഈ പറയുന്നത് മനസ്സിലാവൂ. ഇത് മനസ്സിലാക്കാൻ ഒരു മനുഷ്യജന്മം മതിയാവില്ല. ദിസ് ഈസ് ദ സോൾ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഈ കുറച്ച് വേർഡുകൾ ഇത്രയും വലിയൊരു ഡോക്യുമെൻ്റായ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സോളാണ്. ഞാൻ എപ്പോഴും തമാശയ്ക്ക് പറയാറുണ്ട്, നിങ്ങൾക്ക് ഹൊറോസ്കോപ്പിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ ഹൊറോസ്കോപ്പിന് മുമ്പിൽ കാണുന്ന ഇങ്ങനെ വരച്ച പരിപാടി ഉണ്ടല്ലോ, ഇങ്ങനെ ചാർട്ട്സ് എന്ന് പറയും, ഷൂ എന്നൊക്കെ, ആ സാധനമാണ് ഈ കാണുന്നത്. ഇഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ ഹൊറോസ്കോപ്പ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രിയാമ്പിൾ, അതിൻ്റെ അൺവെയിലിംഗ് എന്ന് പറയുന്നത് അതൊരു വലിയ സംഭവം തന്നെയാണ്. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ബിക്കോസ് ദിസ് ഇസ് വാട്ട് എവറി ഇന്ത്യൻ ഷുഡ് നോ. ബൈ ഹാർട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴും കുട്ടികളത് ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഐ ബൈ ഹാർട്ടഡ് ദിസ് വെൻ ഐ വാസ് ഇൻ കോളേജ്. എനിക്കത് നോക്കാതെ ചിലപ്പോൾ അത് മുഴുവൻ പറയാൻ പറ്റിയെന്നിരിക്കും. എൻ്റെ മെമ്മറിയെ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല, എങ്കിലും എൻ്റെ പ്രായം തെറ്റി. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് ഐ റിമെമ്പർ എവറി വേർഡ് ഓഫ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഓഫ് ദാറ്റ് പ്രിയാമ്പിൾ.
ഈ ഒരു വേർഡ്, ഈ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാമ്പിളുടെ ഈ ഒരു 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 ആത്മാവാണ് ഞങ്ങൾ എല്ലാവരെയും ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗൈഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മൾ വിചാരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ഇമ്പോർട്ടൻസ് നമുക്ക് ഓരോ സിറ്റിസനും നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പ്ലീസ് ലുക്ക് അറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി ഒരു വളരെ സർക്കാസ്റ്റിക് ആയിട്ട് ഈ വെസ്റ്റേണേഴ്സ് കമന്റ് ചെയ്തിരുന്നു ബാബാ സാഹിബ് അംബേദ്കർ ഉള്ളപ്പോൾ. ദേ സെഡ് യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ ബാഗ് ഓഫ് ബോറോയിങ്സ്. നിങ്ങളൊരു 10, 18, 20 നേഷൻസിൽ നിന്ന് കോപ്പി അടിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ ആണിത്. ഇത് അത്ര വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല എന്ന് പറഞ്ഞപ്പോൾ ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞൊരു കാര്യം, അത് ഇദ്ദേഹം ഇൻഫാക്ട് അനിൽകുമാറാന്ന് തോന്നുന്നു പറഞ്ഞത്. അതിന് ഇംഗ്ലീഷ് വേർഡ് ഇതാണ്: വി ഹാവ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻസ്. ഇഫ് ഇറ്റ് ഫെയിൽസ്, ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ബാഡ്. ഇറ്റ് മീൻസ് ദാറ്റ് ദ പീപ്പിൾ ആർ വൈൽ, VILE, മോശം എന്നുള്ള വേർഡ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത്രയും വലിയൊരു ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ 2 കൊല്ലം 11 മാസം 18 ദിവസം ഇരുന്നിട്ടാണ് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തന്നത്. ഈ പറയുന്ന പോലെ അന്നത്തെ കാലത്ത് 15 സ്ത്രീകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ചിലപ്പോൾ അത്രയും റെപ്രസെന്റേഷൻ ഇന്നും അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അന്നത്തെ കാലം ആലോചിക്കണം. 1947 ആ കാലഘട്ടത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഇത്രയധികം സ്ത്രീകളും ആൻഡ് ബ്രില്യൻ ലേഡീസ് ലൈക്ക് സരോജിനി നായിഡു, അങ്ങനെ ഒരു പാർട്ടിസിപ്പേഷൻ ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നമുക്ക് തന്നതാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. Now read the constituent, the preamble. We the people എന്ന് പറഞ്ഞത് നമ്മൾ American constitution എടുത്തതാണ്, no doubt about it. So it starts by saying, we the people of India, having solemnly resolved to constitute ourselves into a social, sovereign, secular, democratic republic. കുട്ടികൾക്ക് വേണ്ടി പറയാം, you can remember it as DR Devan Ramachandran. Very easy. അപ്പോൾ sovereign, socialist, secular, democratic republic. And to assure us all justice, social, economic and political, equality of thought, expression, faith, worship and belief, equality of status and opportunity, and to assure to all of us fraternity, assuring the dignity of the individual and the integrity and sovereignty of India. This is the preamble. ചെറിയ മാർജിനൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവാം. I studied this about 40 years ago. But this is the soul of our constitution. Dignity of the individual. ആ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് നമ്മൾ ഓരോ സിറ്റിസനുമാണ്. റോഡിൽ വീടില്ലാതെ കിടക്കാൻ എന്താ പറയുക, അങ്ങനെ ഒരു ഗതികേടുള്ള ഒരു മനുഷ്യൻ തൊട്ട് ഇന്ത്യയുടെ പ്രസിഡന്റ് വരെയുള്ള എല്ലാ സിറ്റിസൻസും ഒരേ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരേ റൈറ്റ്സ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം. ദാറ്റ് ഈസ് ദ ഫാക്ട് ആൻഡ് ദാറ്റ് ഈസ് ദ ട്രൂത്ത്. ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാത്തത്. ഇത് മനസ്സിലാക്കി, ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്കെതിരെ ക്രിറ്റിസിസം വരും ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് പറയാൻ എളുപ്പമാണ്, ഇത് പ്രാവർത്തികമാക്കാൻ ഡിഫിക്കൽട്ടാണ്. കാണുന്നില്ലേ നമ്മുടെ ചുറ്റും? ശരിയാണ്, നമ്മുടെ ചുറ്റും കാണുന്നത് എന്തുകൊണ്ടാണ്? ദാറ്റ് ഈസ് ബിക്കോസ് വി ഹാവ് നോട്ട് ടേക്കൺ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടു അവർ ഹാർട്ട്. വി ആർ കീപ്പിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൺ അവർ ടങ്. അത് പറഞ്ഞു വിട്ടു, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി കൂടുതൽ ആലോചിക്കുന്നില്ല. So this is the importance of the word constitution. It's the highest law. ഇപ്പോൾ നേരത്തെ ആരോ പറഞ്ഞതുപോലെ നമ്മളെ പേടിപ്പിച്ചിട്ടോ ഒന്നും അല്ല നമ്മളൊരു ലോ നമ്മൾ പാലിക്കേണ്ടത്. we are governed by what is known as a rule of law. സ്റ്റുഡൻസിന് അറിയുന്നു റൂൾ ഓഫ് ലോ എന്ന് പറയുന്നതിന്റെ ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്നത് ഇറ്റ് ഇസ് എ റൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ റൂളാണ് നമ്മളെ ഭരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മളെ ഭരിക്കുന്നതാണ്. അതാണ് ഡെമോക്രസി. ആൻഡ് വി ആർ റൂൾഡ് ബൈ ദ ലോ ദാറ്റ് വി ഗേവ് ടു ourselves, which is the constitution. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ വിശകലനം ചെയ്താൽ അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷേ ഇനി വരുന്ന കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കി, നമ്മുടെ പ്രൊഫസേഴ്സിന് ഇത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഐ എം ടെല്ലിംഗ് യു, there will be a lot of difference in the way you think about things. Right to go to a court, right to justice എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അത് there are what is known as silences in the constitution. എല്ലാ കാര്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയണമെന്നില്ല. അതിന് കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചാൽ മനസ്സിലാവും, വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് എഴുതിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. നോൺ റിജിഡ് ആയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർ പറയും അത് തന്നെയാണ് നിങ്ങളുടെ വീക്ക്നെസ്. നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ 100, 105, 106 അമെൻമെന്റ് വന്നു കഴിഞ്ഞു, നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്ട്രെങ്ത് അതാണ്. 1947 എഴുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ 75 കൊല്ലം കഴിഞ്ഞും ആ കോൺസ്റ്റിറ്റ്യൂഷൻ നിൽക്കുന്നു. മറ്റ് പല കൺട്രീസിലെയും കോൺസ്റ്റിറ്റ്യൂഷൻസ് പല പ്രാവശ്യം എഴുതേണ്ടി വന്നിട്ടുണ്ട്. സർട്ടൻ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ 7-8 കൊല്ലത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻസ് കൊലാപ്സ് ചെയ്ത്
അവിടെ ഭയങ്കരമായ അൺറസ്റ്റ് കഴിഞ്ഞ് പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ 75 കൊല്ലം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ഏബിൾ ടു ഇവോൾവ് ബൈ ദ ടൈംസ്. 1947 നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു കാര്യവും അവർ കണ്ടിട്ടില്ല. മൊബൈൽ ഫോൺ തൊട്ട് താഴ്ത്തിക്കോൾ എന്തും നോക്കിക്കോളും. ഒരു കാര്യവും കാണാത്ത ഒരു കാലഘട്ടത്തിലാണ് 1947 തൊട്ടുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി 1949 നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നത്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ 26 നവംബർ 1949 അവർ ടു അഡോപ്റ്റ് ഓർസെൽസ് പറഞ്ഞുവെങ്കിലും അതിന് എഫക്റ്റ് കൊടുക്കാൻ 3 മാസം വെയിറ്റ് ചെയ്തു. സിമ്പിൾ. അതിന് കാരണം 1930 ആ ദിവസം ജാനുവരി 26 നമ്മൾ പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ഒരു കോള് അന്നത്തെ നാഷണൽ കോൺഗ്രസ് കൊടുത്തത്. അപ്പോൾ ഇറ്റ് വാസ് ഫൗണ്ട് ഫിറ്റിംഗ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്രയും പവർഫുൾ ഒരു ഡോക്യുമെന്റ് നമുക്ക് തരുമ്പോൾ അതിനെ പൂർണ്ണ സ്വരാജിന്റെ ദിവസം നമുക്ക് തരണം. പൂർണ്ണ സ്വരാജ് ചോദിച്ച ദിവസം നമുക്ക് തരണം. ടോട്ടൽ ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ഇൻഡിപെൻഡൻസ് മാത്രമല്ല, ഇറ്റ് ഇസ് ഇൻഡിപെൻഡൻസ് ഓഫ് യുവർ ഇന്റലക്ട് ഓൾസോ, ഇൻഡിപെൻഡൻസ് ഓഫ് യുവർ തോട്ട് പ്രോസസ്സസ്. അതിനെ നമ്മുടെ പ്രിയാമ്പിൾ പറയുന്നു, ഇറ്റ് പ്രൊട്ടക്ട്സ് യുവർ എക്സ്പ്രഷൻ ഓഫ് ഫെയ്ത്ത്, സ്പീച്ച്, എവറിത്തിങ്. ആൻഡ് അതിനെ നമ്മൾ ആർട്ടിക്കിൾ 19(1)(a)ലും ബാക്കിയുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിലും അത് പ്രൊട്ടക്റ്റഡുമാണ്. ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു വളരെ സംക്ഷിപ്തമായിട്ട് ഞാൻ പറയാൻ തുടങ്ങിയാൽ കണ്ടമാനം പറയാനുണ്ടാവും. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, എനിക്ക് ഈ ടോപ്പിക്കിനോട് പേടി ഉണ്ടായിരുന്നില്ല. എൻ്റെ ബ്രദർ ദിനേശ് എന്നോട് ഫെഡറലിസം ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഐ എം നോട്ട് സ്കെയർഡ്. കാരണം പറഞ്ഞുതരാം, ഇതൊരു ബേസിക് സ്ട്രക്ചർ പ്രിൻസിപ്പിളിൽ വരുന്നതാണ് ഈ ഫെഡറലിസം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഞാൻ പറഞ്ഞു 1947 കാലഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. നമ്മൾ 75 കൊല്ലം എന്ന് പറയുമ്പോൾ ഈ 75+, യു ആർ ദേർ സർ, ബട്ട് യു മസ്റ്റ് ഹാവ് ബീൻ എ വെരി സ്മോൾ ചൈൽഡ്. യു ലുക്ക് വെരി യങ്. He's still a small child. But ആ കാലഘട്ടത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ പ്രിപ്പയർ ചെയ്യുന്നത് ഇന്ത്യ ഏറ്റവും വലിയ ടെർമോയിലിൽ പോകുന്ന ഒരു സമയത്തായിരുന്നു. പാർട്ടീഷന്റെ സമയം, പോവർട്ടി, ജീവിക്കാൻ യാതൊരു മാർഗവുമില്ലാതെ ബ്രിട്ടീഷ് നമ്മളെ അത്രയധികം ലൂട്ട് ചെയ്ത് നമ്മളെ ഒരു വഴിക്കാക്കിക്കൊണ്ടെന്ന് മലയാളത്തിൽ പറയുന്ന പോലെ ചെയ്ത് പോയ ഒരു സമയങ്ങളിൽ നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇന്ത്യയുടെ ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ആയിട്ട് കണക്കാക്കിയിട്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ചില പ്രിൻസിപ്പിൾസ്, അതുകൊണ്ടാണ് ഇപ്പോൾ ആർട്ടിക്കിൾ 15 ഇഫ് യു റീഡ്, നമ്മൾ ബേത്തിങ് ഘാട്ട്സ്, കാറ്റിൽ എന്താണ് കാർട്ട് എന്നൊക്കെ കാണും. എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നമ്മൾ ഇന്ന് വിചാരിക്കുന്ന പോലെയല്ല. ഒരു ബുള്ളറ്റ് കാർട്ട് അന്ന് വളരെ വലിയൊരു ഒരു 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 പ്രസ്റ്റീജ് ഒക്കെ ഉള്ള ഒരു സാധനമായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബുള്ളറ്റ് കാർട്ട് കൊണ്ടു നിർത്തുമ്പോൾ അവിടെ നിങ്ങൾക്ക് കെട്ടണമെങ്കിൽ ആർട്ടിക്കിൾ 15 പ്രൊട്ടക്ട്സ് യു. സോ ആ കാലഘട്ടത്തിൽ നിന്ന് ഇറ്റ് ഹസ് ഇവോൾവ്. അപ്പോൾ ആ സമയത്ത് പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ അന്ന് വളരെ ലൂസായിട്ട് നിൽക്കുന്ന പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിരുന്നു. ഇതൊരു ചെറിയ കാര്യമല്ല. ഇതിനെപ്പറ്റി കൂടുതൽ ആലോചിച്ചാൽ അത് മനസ്സിലാവും. പ്ലീസ് റിസർച്ച് ആഫ്റ്റർ യു ലിസൺ ടു മീ, ഗോ ഹോം ആൻഡ് റീഡ് അബൌട്ട് ഇറ്റ്. അപ്പോൾ 47 നമ്മൾ ജോയിൻ ചെയ്യാൻ നോക്കുന്ന ആരേക്കാണ് വളരെയധികം ഡിവൈസീവായിട്ട് നിൽക്കുന്നത്. ഇപ്പം പറഞ്ഞ പോലെ ഹൺഡ്രഡ്സ് ഓഫ് ലാംഗ്വേജസ്, കൾച്ചേഴ്സ് ആർ ഡിഫറെൻറ്റ്. ഇന്ത്യയുടെ എനിക്ക് തോന്നുന്നു ഇന്ത്യ പോലെ ഒരു കൺട്രി ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. നമ്മളൊരു 1/2 കിലോമീറ്റർ മാറിയാൽ നമ്മുടെ കൾച്ചർ മാറും. അത് വെറുതെ പറയുന്നതല്ല. 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ മാറി പോകുമ്പോൾ നമ്മുടെ ഇവിടെ ഓരോരുത്തർക്കും ഓരോ കൾച്ചറും ലാംഗ്വേജും വരും. അങ്ങനത്തെ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ ഒരുമിച്ച് കൊണ്ടുവരണമെങ്കിൽ അന്ന് അവരുടെ ബുദ്ധി ഒന്ന് ആലോചിച്ച് നോക്കൂ. ടോട്ടലി നമ്മൾ ഈ യൂണിറ്റേറിയൻ എന്ന് പറയുന്ന, അത് ഓപ്പോസിറ്റ് ഫെഡറലിസം, അങ്ങനത്തെ ഒരു സെൻട്രലി സ്പോൺസേർഡ് അല്ലെങ്കിൽ സെൻട്രലി കൺട്രോൾഡ് സ്റ്റേറ്റ് ഒരു നേഷൻ ചിലപ്പോൾ അന്ന് ഡിഫിക്കൽട്ടായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് വിച്ച് കോൾഡ് എ ക്വാസി ഫെഡറലിസം. ആക്ച്വൽ ഫെഡറലിസം അല്ല ഇന്ത്യയിൽ. നമുക്ക് ഇന്ത്യയിൽ ശരിക്കും ഫെഡറലിസം എത്രത്തോളം ഉണ്ടെന്ന് പോലും ആലോചിക്കേണ്ടി വരും. കാരണം ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ്. നോർമൽ ഫെഡറലിസം എന്താണ്? You have different constitutions for each of the states. അമേരിക്കയിൽ പോവുകയാണെങ്കിൽ each state has a constitution and there is a constitution for the entire nation. നമുക്ക് ജുഡീഷ്യറി, ഓരോ സ്റ്റേറ്റിലും ഓരോ ജുഡീഷ്യറി ആയിരിക്കും. You have a Supreme Court in almost all the states of US, almost every state of US, and there is a national Supreme Court. ഇവിടെ അങ്ങനെയല്ല. We are completely ഒരു സിംഗിൾ ജുഡീഷ്യൽ അടിയിലാണ്. We have no difference in the manner of our proceedings also. അപ്പോൾ ഒരു നോർമൽ ഫെഡറലിസം അല്ലാത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇൻ ടേംസ് ഓഫ് എമർജൻസി, ഒരു വാർ വരികയോ ഒരു എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ ദി നേഷൻ മസ്റ്റ് ആക്ട് ആസ് വൺ. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഇസ് എ മിക്സ് ഓഫ് യൂണിറ്ററി ആൻഡ് ഇറ്റ്സ് എ മിക്സ് ഓഫ് ഫെഡറലിസം. ഇറ്റ് ഇസ് നോട്ട് റിയലി യൂണിറ്ററി, ഇറ്റ് ഇസ് നോട്ട് റിയലി ഫെഡറലിസം, ഇറ്റ്സ് ക്വാസി ഫെഡറലിസം. കാരണം ഒരു എമർജൻസി വരികയാണെങ്കിൽ
the nation must stand as a whole and power should go to the central head. ഇതിനാണ് ഒരു കോൺസെപ്റ്റ്. വളരെ സിംപ്ലിസിറ്റിക് ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ബട്ട് ഇഫ് യു ഗോ ടു ദി കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്, നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവാം. ആർട്ടിക്കിൾ 245 ഇറ്റ് ടെൽസ് യു, ആൻഡ് റെഡ് വിത്ത് ആർട്ടിക്കിൾ 246 നമ്മുടെ ലിസ്റ്റുകൾ പറയും ഷെഡ്യൂൾ 7-ൽ. അപ്പോൾ വി ഹാവ് ലിസ്റ്റ് 1, ലിസ്റ്റ് 2 ആൻഡ് ലിസ്റ്റ് 3, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് ദി യൂണിയൻ ലിസ്റ്റ്. ഈ ലിസ്റ്റുകളിൽ അതാത് പവർ അതോറിറ്റീസിന്, അത് യൂണിയൻ ആവാം, സ്റ്റേറ്റ് ആവാം, കൺകറന്റ് ആവാം, സിമെട്രിക്കലി നമുക്ക് ലെജിസ്ലേഷൻ നടത്താൻ പറ്റും. അത് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ഇപ്പോൾ മനസ്സിലാവണമെന്നില്ല. വി എംപ്ലോയ് വാട്ട് ഇസ് നോൺ ആസ് എ പിത്ത് ആൻഡ് സബ്സ്റ്റൻസ് ഡോക്ട്രിൻ. ഇത് ഹൈക്കോർട്ട് ലെവലിൽ മാത്രം എടുക്കുന്ന ഒരു കോൺസെപ്റ്റ് ആയിരിക്കാം. പിത്ത് ആൻഡ് സബ്സ്റ്റൻസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഷെഡ്യൂൾസ് നോക്കിയിട്ട്, ലിസ്റ്റ് നോക്കിയിട്ട്, ലിസ്റ്റിൽ വരുന്ന ഓരോ എൻട്രിയുടെ ഉള്ളിലാണോ ഒരു ലെജിസ്ലേഷൻ, ഒരു സ്റ്റേറ്റ് ഒരു ഫോർ എക്സാമ്പിൾ നാളെ ഇപ്പോൾ കേരളം ഒരു ഡിഫൻസ് ഫോഴ്സസിനെ പറ്റി ഒരു ലെജിസ്ലേഷൻ നടത്തിയാൽ ഇറ്റ് ഫെയിൽസ് ബിക്കോസ് ഇറ്റ് ഗോസ് ഇൻ ടു ദ ലിസ്റ്റ് 1. ആ ലിസ്റ്റ് 1 നമുക്ക് ലെജിസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഇവിടെ ഈ ക്വാസി ഫെഡറലിസം എന്ന് പറഞ്ഞതിൻ്റെ ഒരു കോൺസെപ്റ്റ് ആർട്ടിക്കിൾ 245 തൊട്ട് താഴത്തേക്ക് വരുമ്പോൾ, പെർട്ടിക്കുലർലി ദ മോർ കോൺട്രവേഴ്ഷ്യൽ ആർട്ടിക്കിൾ 246 ക്യാപിറ്റൽ എ, GST കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്നത് നമ്മുടെ ഫിനാൻഷ്യൽ പവേഴ്സിനെ കണ്ടമാനം കേർട്ടേൽ ചെയ്തു എന്ന് പറയുന്ന ഒരു ക്രിറ്റിസിസം എടുക്കുന്ന ഒരു കോൺസെപ്റ്റ് അതാണ്. പക്ഷെ അതിനടിയിലേക്ക് വരുന്ന സമയത്ത് there is something called residuary powers. ഈ 3 ലിസ്റ്റിലും വരാത്ത residuary powers ആർട്ടിക്കിൾ 248. ആ പവർ ഓട്ടോമാറ്റിക്കലി വെസ്റ്റ് വിത്ത് ദ യൂണിയൻ. ഒരു നാഷണൽ എമർജൻസി സമയത്ത് ഒരു ലെജിസ്ലേഷൻ വേണമെങ്കിൽ ഇറ്റ് ഓട്ടോമാറ്റിക്കലി വെസ്റ്റ് വിത്ത് ദ യൂണിയൻ, ആർട്ടിക്കിൾ 250. ഒരു നാഷണൽ ഇൻട്രസ്റ്റിൽ നിങ്ങൾക്കൊരു ലെജിസ്ലേഷൻ വേണമെങ്കിൽ ആൻഡ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് മേക്ക് എ റെസൊല്യൂഷൻ ഫോർ ദാറ്റ്, ആർട്ടിക്കിൾ 249 യൂണിയൻ ഓഫ് ഇന്ത്യ ക്യാൻ ലെജിസ്ലേറ്റ് ഈവൻ ഫോർ എ സ്റ്റേറ്റ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രീറ്റി നമുക്കൊരു ഓബ്ലിഗേഷൻ ഉണ്ടെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നോട്ട് വിത്ത്സ്റ്റാൻഡിംഗ് ദ ലിസ്റ്റ് അണ്ടർ ആർട്ടിക്കിൾ 253 ദി യൂണിയൻ ഓഫ് ഇന്ത്യ ക്യാൻ ലെജിസ്ലേറ്റ്. ആൻഡ് യു നോ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കുറേ ജഡ്ജ്മെന്റ്സ് വന്നുകൊണ്ട് ചിലപ്പോൾ ഇത് കുറച്ചും കൂടെ പോപ്പുലർ ആണ്. ആർട്ടിക്കിൾ 254 റിപ്പഗ്നൻസി, അതായത് if there is a conflict between the state law and the union law prevails. So generally നമ്മുടെ ഫെഡറലിസം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. Now there are certain very specific powers also given to the union. For example, article 355, I don't know, നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് അറിയില്ല. But you know this, that obligates the union to protect every state from external and internal aggression. 356 very controversial, I don't want to speak about it too much. It president's power, presidential rule in the power. So this is the way the നമ്മുടെ federation, because article 1(1) of the constitution does not say this is a federal state. It only says we are a union of states. ബോർഡടിച്ച് തുടങ്ങിയെന്ന് എനിക്കറിയാം. ഇത് മുന്നോട്ട് പോകുന്നതോറും ഇറ്റ് ബിക്കംസ് വെരി വെരി കോംപ്ലെക്സ് ആൻഡ് ബിക്കംസ് ഒരു സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഹൗ പവർഫുൾ വി ആർ. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനൊരു കോണ്ടെക്സ്റ്റിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനോ എനിക്ക് തോന്നുന്നു ഒരു പബ്ലിക് മീഡിയത്തിൽ വരുന്നില്ല, സാധാരണ വരുന്നില്ല. നിങ്ങൾ കാണുന്നത് ദി കോൺഫ്ലിക്ട് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സെൻറ്റർ എന്നൊക്കെ നിങ്ങൾ കാണുമായിരിക്കും. ബട്ട് ബിലീവ് മീ, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് അനുസരിച്ച് അങ്ങനൊരു കോൺഫ്ലിക്റ്റ് ഇല്ല. ദർ മേ ബി കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ ഡിസ്പെൻസേഷൻസ്, പീപ്പിൾ ഹു റൂൾ, അത് തമ്മിലുണ്ടാവാം, അവർ തമ്മിലുള്ള ഫിലോസഫിക്കൽ വാറുകൾ വരാം. ബട്ട് ദിസ് ഇസ് നോട്ട് റിയലി എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സെൻറ്റർ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇറ്റ് ഇസ് ഓൺലി എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ ഡിസ്പെൻസേഷൻസ് ആൻഡ് ദ ഫിലോസഫീസ്. അത് വളരെ ഹെൽത്തിയുമാണ്. ഇന്ത്യയെ പോലത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ അങ്ങനത്തെ ചില തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ മിസ്ഗിവിങ്സും നല്ലതാണ്. ബിക്കോസ് ഇറ്റ് ഗിവ്സ് റൈസ് ടു എ വളരെ ഇലാബറേറ്റ് ആയിട്ട് നമുക്കൊരു പ്രൊസീജിയർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾ 131 gives the power of the Supreme Court to decide the disputes between state and state, union and state, or union and states, states and states. അപ്പോൾ അങ്ങനെ ഒരു പവർ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ സുപ്രീം കോർട്ടിനെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദർ ഇസ് എ പവർ വിത്ത് ദി യൂണിയൻ ഓഫ് ഇന്ത്യ ടു ഹാവ് എ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് അണ്ടർ ആർട്ടിക്കിൾ 263. സോ നമ്മുടെ ഫെഡറേഷൻ എന്ന് പറയുന്നത് ദിസ് ഇസ് എ ഫെഡറേഷൻ ദാറ്റ് ഇസ് ഹോൾഡിംഗ് ടുഗെദർ. ഇറ്റ് ഇസ് നോട്ട് എ ഫെഡറേഷൻ ദാറ്റ് ഇസ് കമ്മിങ് ടുഗെദർ. ദർ ഇസ് എ കോൺസെപ്റ്റിൽ വ്യത്യാസമുണ്ട്. കമ്മിങ് ടുഗെദർ ഫെഡറേഷൻ ഉണ്ട്, വേർ ഓൾ സ്റ്റേറ്റ്സ് ക്യാൻ കം ടുഗെദർ ആൻഡ് സേ ലൂസ്ലി. നമ്മൾ USSR ഒക്കെ അതിൽ പെട്ടതായിരുന്നു. അതുകൊണ്ടാണ് അത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് പോയത്. ആ ഗ്ലാസ്നോസ്റ്റ്, പെരിസ്ട്രോയിക്ക എന്നൊക്കെ പറഞ്ഞ കോൺസെപ്റ്റ്സ് വന്ന സമയത്ത് USSR സ്പിറ്റ് ചെയ്ത് പോയത് അതുകൊണ്ടാണ്. ഇന്ത്യ അങ്ങനത്തെ ഒരു ഫെഡറേഷൻ അല്ല. വി ആർ എ ഹോൾഡിംഗ് ടുഗെദർ ഫെഡറേഷൻ. വി കനോട്ട്, കേരളം വിചാരിച്ചാൽ ഇന്ത്യ വിട്ടു പോകാനോ അല്ലെങ്കിൽ വേറൊരു സ്റ്റേറ്റ് വിചാരിച്ചാൽ ഇന്ത്യയിൽ നിന്ന് സീഡ് ചെയ്ത് പോകാനോ സാധിക്കുമില്ല. വി ആർ ഓൾ ഇൻറ്റഗ്രൽ ടു ദി നേഷൻ, ബട്ട് വി ഹാവ് ഇൻഡിവിജ്വൽ പവേഴ്സ് ഗിവൺ. സ്റ്റേറ്റ്സിന് പവേഴ്സ് ഉണ്ട്, യൂണിയൻസിന് പവേഴ്സ് ഉണ്ട്, ബട്ട് വിത്ത് എ ലിറ്റിൽ ബിറ്റ് ഓഫ് പ്രൈമസി ഗിവൺ ടു ദി യൂണിയൻ. ദിസ് ഇസ് ദ നേച്ചർ ഓഫ് അവർ ഫെഡറേഷൻ. ഓൾ ദാറ്റ് യു സീ അതർവൈസ്, ഇപ്പം ഇനി നിങ്ങൾ കാണുന്ന പേപ്പറുകളായാലും നിങ്ങൾ മീഡിയയിൽ കാണുന്ന ഓരോ ന്യൂസും നിങ്ങൾ ഈ ആംഗിളിൽ നിന്ന് ചിന്തിച്ചു നോക്കൂ. എവറിത്തിങ് ദാറ്റ് ഹാപ്പൻസ് ഫോർ ദ പീപ്പിൾ. ആര് എന്ത് തന്നെ പറഞ്ഞാലും
എന്ത് കോൺഫ്ലിക്റ്റ് പ്രസന്റ് ചെയ്താലും ഇറ്റ് ഇസ് ഇവൻച്വലി ഫോർ ദ പീപ്പിൾ. അദ്ദേഹം പറഞ്ഞ പോലെ ബൈ ദ പീപ്പിൾ ആൻഡ് ഓഫ് ദ പീപ്പിൾ. വി ആർ ദ സോവറൻ. നമ്മളാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, വേറെ ആരുമല്ല. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ. And there is no difference between a state government or a union government as far as an individual citizen is concerned. Because ഇത് രണ്ടും നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മളെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് MLA എന്നുള്ള പേരിലാണെങ്കിൽ യൂണിയൻ ഗവൺമെന്റിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് MP എന്നുള്ള പേരിലാണെന്നുള്ള ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈസ് എ മെമ്പർ ഓഫ് പാർലമെന്റ്, ദിസ് ഇസ് എ മെമ്പർ ഓഫ് ലെജിസ്ലേച്ചർ. ഹൗ ക്യാൻ ദർ ബി എ കോൺഫ്ലിക്ട്? നമ്മൾ തന്നെയാണ് ഇത് രണ്ടും നമ്മൾ ഉണ്ടാക്കിയത്. നമ്മൾ തന്നെയാണ് ഇത് രണ്ടും നമ്മൾ ആൾക്കാരെ വിട്ടത്. We ourselves are governing ourselves. അത് സെൻട്രൽ ഗവൺമെന്റിനായാലും സ്റ്റേറ്റ് ഗവൺമെന്റിനായാലും there cannot be a conflict. ആ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ ചിന്തിച്ചാൽ, കോൺസ്റ്റിറ്റ്യൂഷനെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഇതൊന്നും കോൺഫ്ലിക്ട്സ് അല്ല. കോൺഫ്ലിക്ട്സ് ക്യാൻ ഹാപ്പൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു GST കൗൺസിൽ ഒരു ഡിസിഷൻ എടുത്തു. ആ ഡിസിഷൻ നമുക്ക് അൺഫേവറബിൾ ആണെങ്കിൽ there certainly can be a conflict. അതൊന്നും സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന കോൺഫ്ലിക്റ്റിൽ വരുന്നതല്ല. Those are all conflicts which are part of the constitutional scheme. അല്ലാത്തൊരു കോൺഫ്ലിക്റ്റ് ശരിക്കും പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ എൻവിസാജ് ചെയ്യുന്നില്ല. So this is the beauty of our constitution. I do not know ഇത് എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പോലും എനിക്ക് അറിയില്ല. But think about it. Think about this, the preamble that you are seeing. Decide how important you are in this nation. നമുക്ക് നമ്മുടെ ഇമ്പോർട്ടൻസ് അറിയുന്നില്ല. നമ്മൾ വിചാരിക്കുന്നു നമുക്ക് വേണ്ടി അവരെന്തോ ചെയ്യുന്നു. നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സ് നമുക്ക് വേണ്ടി ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ നമ്മളതിനെ കൊട്ടിഘോഷിച്ചുകൊണ്ട് they have done a big thing for us, അതിനെ വലിയൊരു സംഭവമാക്കി മാറ്റുകയാണ്. But please understand, nobody does anything for you. You do it for yourself. It is a collective conscience that is now in operation. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറ്, ഞാൻ സ്റ്റോപ്പിംഗ് നൗ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് സ്വന്തം കോൺഷ്യൻസ് എന്നോ ഒരു സ്വന്തം മൊറാലിറ്റി എന്നുള്ളതോ പബ്ലിക് ഓഫീസിലുള്ള ആൾക്കാർക്ക് വരാൻ പാടില്ല. I am now holding a public office. എനിക്ക് എൻ്റെ മൊറാലിറ്റി ഉണ്ടാവാം, എൻ്റെ കോൺഷ്യൻസ് ഉണ്ടാവാം. And that guides me in my personal life and my personal endeavor. But when I operate and function as a judge of the High Court, which you people put me in that position, എൻ്റെ കോൺഷ്യൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺഷ്യൻസ് ആണ്. ഇറ്റ് ഇസ് എ കോമൺ കോൺഷ്യൻസ് ഓഫ് ദ നേഷൻ. എൻ്റെ മൊറാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മൊറാലിറ്റി, ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി വിച്ച് ഇസ് കോമൺ ടു എവറി സിറ്റിസൺ ഓഫ് ദിസ് നേഷൻ. ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. നമുക്ക് എല്ലാവർക്കും പേഴ്സണൽ ലൈഫും ഉണ്ട്, വി ഹാവ് എ പബ്ലിക് ലൈഫ് ഓൾസോ. സോ ഈ പബ്ലിക് റെലമിലേക്ക് വരുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻറ്റ് എത്ര ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പല ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസേഴ്സ് കിട്ടും. ഓഫ് കോഴ്സ് അതിൻ്റെ റെമഡീസ് പ്രോബബ്ലി ബിക്കോസ് വി ആർ എ വെരി പോപ്പുലസ് നേഷൻ. നമ്മളെപ്പറ്റി എപ്പോഴും കളിയാക്കും, നിങ്ങളുടെ കോടതികൾ എന്ത് ഇത്രയധികം സമയം എടുക്കുന്നത്. യു ഹാവ് സോ മെനി കേസസ് പെൻഡിങ് അപ്പ്. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്തുകൊണ്ടാണ് ആൾക്കാർ ഇന്നിട്ടും കേസ് കൊടുക്കുന്നത്? നമ്മുടെ കോടതികളുടെ സമയം എടുക്കുന്ന അറിയാം, നമ്മുടെ കോടതികളിലെ കേസുകൾ കെട്ടിക്കിടക്കുന്നു എന്നറിയാം. Why is it that citizens are still coming to us? That is the strength of our system. This is why people know നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം കോൺസ്റ്റിറ്റ്യൂഷനിൻ്റെ ഫൗണ്ടേഷൻ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ they are trusting us. And as long as we act as per the constitution, ഈ ക്രിറ്റിസിസം ഒന്നും നമ്മളെ എഫക്റ്റ് ചെയ്യില്ല. We are doing our best. ഞാൻ ജുഡീഷ്യറി പറഞ്ഞുകൊണ്ട് മാത്രം പറയണം, മറ്റുള്ളവർ ചെയ്യുന്നില്ല എന്നല്ല. The judicial system is now trying its best. We are trying our best to get around the large numbers. പക്ഷേ ഇന്ത്യയിൽ അത്രയും കുറവുള്ള ഒരു ലിറ്റിഗന്റ് ജഡ്ജ് റേഷ്യോ എനിക്കൊന്ന് ലോകത്ത് എവിടെയില്ല. അത്രയും കുറവാണ് നമുക്ക്. അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഇപ്പോഴും നമ്മുടെ എല്ലാ സിസ്റ്റംസിലും, നമ്മുടെ കോടതി ഉൾപ്പെടെയുള്ള സിസ്റ്റത്തിൽ അവർക്ക് അത്രയും വിശ്വാസമുള്ളതാണ്. ദിസ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഐ എം സോറി, ഞാൻ തുടങ്ങിയ സമയത്തിനേക്കാളും സമയം എടുത്തെന്ന് എനിക്കറിയാം. ഞങ്ങൾ ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു സ്പീച്ച് നടക്കുന്നതിനിടയ്ക്ക് കൈവിടാൻ തുടങ്ങും. ഞാനത് എക്സ്പെക്ട് ചെയ്തിരുന്നു. അത് എൻകറേജ്മെൻ്റ് അല്ല, അത് നിർത്താനാണെന്ന് എനിക്കറിയാം. കുട്ടികൾ ആരും ചെയ്യുന്നില്ല. സോ താങ്ക് യു ഫോർ ബീയിങ് സച്ച് വണ്ടർഫുൾ ഓഡിയൻസ്, പെർട്ടിക്കുലർ ദ ചിൽഡ്രൻ, ആൻഡ് താങ്ക് യു ഫോർ ദിസ് ടൈം. ഐ ഹോപ്പ് നമ്മൾ ആ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നുള്ളൊരു ഒരു ഇൻക്ലിങ്, ഒരു ചെറിയ ധാരണ നിങ്ങളുടെ മനസ്സിൽ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന ഈ സമയത്തിൻ്റെ ജസ്റ്റിഫിക്കേഷൻ. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ വെരി വണ്ടർഫുൾ ടൈം. മലനാട് വാർത്ത യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക.